എന്ത് പറയുന്നു? അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഇവിടെ അതിവേഗ റെയിൽ ആരംഭിക്കാൻ അതിൻ്റെതായ ഒരു ഓഫീസ് പൊന്നാനിയിൽ തുടങ്ങുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചതായിക്കണം. അത് അദ്ദേഹത്തിന്റെ കാര്യം, അതിനെപ്പറ്റി വേറെ കൂടുതൽ പറയാനില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടില്ല. ഇ ശ്രീധരന്റെ ഓഫീസ് തുടങ്ങല് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. സ്വാഭാവികമായും സ്ഥാനാർത്ഥിക്ക് ഓഫീസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഓഫീസ് മാത്രമല്ല തുടങ്ങിയത്, MLA ഓഫീസ് കൂടിയാണ് തുടങ്ങിയത്. പിന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഓർമ്മയുണ്ടാവുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ചില പ്രഖ്യാപനങ്ങൾ. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രയാസമില്ലാത്ത ഒരാളാണ് ബഹുമാനായ ഇ ശ്രീധരൻ. അത് വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ഇകഴ്ത്തിക്കണ്ടിട്ടില്ല. വലിയ ടെക്നോക്രാറ്റ് എന്ന ബഹുമതിയോടെ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് ഒന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ സിഗ്നൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പാർലമെന്റിൽ അപൂർവമായിട്ടൊരു നടപടിക്രമം ഉണ്ടായി. ഒരു ചോദ്യം റെയിൽവേ മന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്ന അവസ്ഥ വന്നപ്പോ റെയിൽവേ മന്ത്രി അപ്പോഴും കൃത്യമായി മറുപടി പറയുന്നില്ല. ഇ ശ്രീധരൻ ഓഫീസ് തുടങ്ങിയതിനെ പറ്റി പറഞ്ഞപ്പോ അത് സ്വാഗതാർഹമാണെന്നാണ്. ഓഫീസ് തുടങ്ങിയതുകൊണ്ട് കാര്യമായോ? പദ്ധതിക്ക് അനുമതി വേണ്ടേ? പദ്ധതി ഇ ശ്രീധരൻ എന്ന വ്യക്തിയാണോ ആരംഭിക്കേണ്ടത്? പദ്ധതിയുടെ പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റ് നടത്തേണ്ടത്. അത്തരം പ്രഖ്യാപനം നടത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൽ വഹിക്കേണ്ട പങ്കില്ലേ? ആ കാര്യങ്ങളിലുള്ള ധാരണ എന്താണ്? ഇതെല്ലാം നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ട പദ്ധതിയുടെ കാര്യം. ഇപ്പോ അതിവേഗ റെയിൽ 7 പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 അതിവേഗ റെയിൽ നാം നിരന്തരം ആവശ്യപ്പെടുന്നു. കേരളം ആ പട്ടികയിലില്ല. കേരളത്തെ ഒഴിച്ചു നിർത്തി. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്കെന്താണ് കുറവ്? എന്താണ് നമ്മളെ മാറ്റി നിർത്തുന്നതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അർഹതപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തെ നിഷേധിക്കുന്നത്?